നമസ്കാരം. പ്രധാന വാർത്തകൾ. നടിയുടെ ബലാത്സംഗ പരാതി. വി.എസ്. ചന്ദ്രശേഖരന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി വീണ്ടും പരിഗണിക്കും. ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ ബലാത്സംഗത്തിന് പ്രതി ചേർക്കപ്പെട്ട അഭിഭാഷക സംഘടനാ നേതാവ് വി.എസ്. ചന്ദ്രശേഖരന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് വീണ്ടും പരിഗണിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കഴിഞ്ഞ ദിവസം വാദം പൂർത്തിയായിരുന്നു. എന്നാൽ പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തിയതിന് അഭിഭാഷകനെതിരെ മറ്റൊരു കേസുകൂടി രജിസ്റ്റർ ചെയ്തതായി പോലീസ് അറിയിച്ചു. ഇത് പരിഗണിച്ചാണ് വീണ്ടും വാദം കേൾക്കാൻ കോടതി തീരുമാനിച്ചത്. ഇതേ നടി നൽകിയ പരാതിയിൽ മുകേഷിനും ഇടവേള ബാബുവിനും കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. ശിരൂരിൽ അർജുനായുള്ള തെരച്ചിൽ വീണ്ടും തുടങ്ങാൻ തീരുമാനം. ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ മലയാളി ട്രക്ക് ഡ്രൈവർ അർജുൻ അടക്കമുള്ളവർക്കായി അടുത്ത തെരച്ചിൽ പുനരാരംഭിക്കും. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം തിങ്കളാഴ്ച കാർവാർ കളക്ടറേറ്റിൽ ചേരുന്ന യോഗത്തിലുണ്ടാകും. തെരച്ചിലിനായുള്ള വലിയ ഡ്രജർ ഗോവ തുറമുഖത്തു നിന്നും ബുധനാഴ്ച പുറപ്പെട്ടേക്കുമെന്നും വിവരമുണ്ട്. ഗോവ തുറമുഖത്ത് നിന്ന് ഡ്രജർ ശിരൂർ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തെത്താൻ 30 മുതൽ 40 മണിക്കൂർ സമയമെടുക്കുമെന്നാണ് വിവരം. ടഗ് ബോട്ടിലാണ് ഡ്രജർ കൊണ്ടുവരിക. കാലാവസ്ഥ നിലവിൽ അനുകൂലമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കഴിഞ്ഞ 4 ദിവസം ഗംഗാവലി പുഴയുടെ വൃഷ്ടിപ്രദേശത്ത് മഴ പെയ്തിട്ടില്ല. ജില്ലാ ഭരണകൂടം ഡ്രഡ്ജിംഗ് കമ്പനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 5 വിദ്യാർത്ഥികൾക്ക് H3N2 H1N1 രോഗബാധ സ്ഥിരീകരിച്ചു. കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾക്ക് H3N2ഉം H1N1ഉം സ്ഥിരീകരിച്ചു. 5 വിദ്യാർത്ഥികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. രോഗബാധയ്ക്ക് പിന്നാലെ ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. പീഡനക്കേസിൽ നിവിൻ പോളിയുടെ മൊഴിയെടുക്കും. പീഡനക്കേസിൽ ഗൂഢാലോചന ഉണ്ടെന്ന പരാതിയിൽ നടൻ നിവിൻ പോളിയുടെ മൊഴി പോലീസ് ഇന്ന് രേഖപ്പെടുത്തും. ഡിജിപിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനും നൽകിയ പരാതിയിലാണ് നിവിൻ പോളിയുടെ മൊഴിയെടുക്കുക. പരാതി ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കും. തന്നെ നിവിൻ വിദേശത്ത് വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചത് പരാതിക്കാരി പറയുന്ന തീയതിയിൽ കേരളത്തിലുണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന ചില തെളിവുകൾ നിവിൻ പോളി കൈമാറിയിട്ടുണ്ട്. അന്വേഷണ സംഘത്തിനും ഡിജിപിക്കും പാസ്പോർട്ടിന്റെ കോപ്പിയും നിവിൻ കൈമാറി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കയ്യാങ്കളി. നേതാക്കൾക്കെതിരെ നടപടി. പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ കയ്യാങ്കളിയിൽ മുതിർന്ന നേതാക്കൾക്കെതിരെ നടപടിയുമായി CPM മുൻ MLA പത്മകുമാറിനും മുതിർന്ന നേതാവ് PB ഹർഷകുമാറിനും താക്കീത്. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലെ വീഴ്ചകളുടെ പേരിലായിരുന്നു കയ്യാങ്കളി. പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുതിർന്ന നേതാക്കൾ ഏറ്റുമുട്ടിയത് തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിക്ക് വലിയ നാണക്കേടായിരുന്നു. ഇരു നേതാക്കളെയും ഇരുത്തി വാർത്താസമ്മേളനം നടത്തി പാർട്ടി നിഷേധിച്ച വിഷയത്തിലാണ് ഇപ്പോൾ നടപടി.